അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് അരുൺ, ഇതെൻ്റെ അമ്മയാണ്, പേര് അംബിക. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ ആർമാനൂർ എന്ന സ്ഥലത്ത് വരുന്നു. ഞങ്ങൾ ക്രൈസ്തവരാണ്. എന്നിരുന്നാലും പണ്ട് മുതലേ ഞങ്ങൾ ദൈവത്തിലും മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ എൻ്റെ വീടിനടുത്തുള്ളൊരു പള്ളി, മംഗളവാർത്ത മാതാവിൻ്റെ പള്ളി, അവിടെ പോകുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ എന്നും പോയി തിരി കത്തിക്കുകയും അവിടുത്തെ വിളക്ക് തിരിവെച്ച് കത്തിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ സന്നിധിയിൽ വന്നത് 2021 അന്ന് ഞാൻ വരുമ്പോൾ എനിക്കിവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നോ ഉടമ്പടി ഉണ്ടെന്നോ ഒന്നും അറിഞ്ഞിരുന്നില്ല. വരാനുണ്ടായ സാഹചര്യം, എൻ്റെ വീടിനടുത്തുള്ള ഒരു ആൻറ്റി, ലില്ലി ആൻറ്റി അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, നമുക്ക് പോയാലോ. അപ്പം ഞാനും അമ്മയും എൻ്റെ ചേച്ചിയുടെ കുട്ടിയായിട്ടാണ് ഇവിടെ വന്നു സാധാരണ പോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് പോയി. പക്ഷേ ഈ 2024 ഞാൻ ഈ ഉടമ്പടി ഉണ്ടെന്നും എന്തൊക്കെയാണ് എന്ന് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും. ഞാൻ 2020 ബിടെക് പാസ് ഔട്ടായി. അന്ന് മുതലേ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത്. പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കാരണം അത് നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ഈ കൊല്ലം ഞാൻ ജൂലൈ 10 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മാതാവിൻ്റെ സായാഹ്ന പ്രാർത്ഥനയെല്ലാം യൂട്യൂബിൽ നിന്ന് നോക്കി ബുക്കിൽ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും അമ്മയും ഒരുമിച്ചായിരുന്നു എന്നും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ ജൂലൈ 10 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാം, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എനിക്കിവിടെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് എന്നൊന്നും അറിയത്തില്ലായിരുന്നു. വന്ന് ഓരോരുത്തരോട് ചോദിച്ചു, പറഞ്ഞതനുസരിച്ച് ചെയ്തു. ഇവിടെ വന്ന് അവിടെ പ്രദക്ഷിണം ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് മാതാവിനെയാണ് കൈ കിട്ടിയത്. അത് കിട്ടിയത് അവിടെ വെച്ച് എനിക്കിങ്ങനെ ടോക്കൺ ഓരോന്നും അവിടുത്തെ സിസ്റ്ററമ്മ പറഞ്ഞു, ഒരു ടോക്കൺ എടുക്കുക, പഠിക്കാൻ പോകുന്ന ആരൊക്കെയുണ്ട്, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നീ എടുക്കടാ മോനെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തപ്പോഴും ഞാനത് നോക്കിയില്ല, കൈ തന്നെ വെച്ചു. അത് കഴിഞ്ഞ് ഓരോരുത്തരും എനിക്ക് മുത്തക്കൂടെ കിട്ടി, അങ്ങനെ എല്ലാം പറഞ്ഞു. അവസാനം ഞാൻ നോക്കിയപ്പം കയ്യിൽ എനിക്ക് മാതാവെന്ന് കിട്ടി. അപ്പം ഞാൻ താഴെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലോട്ട് മാതാവിനെ തന്നപ്പം എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ഉണ്ടായത്. അത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ പാടെ അമ്മേനെ ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മേ ഇങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്, അപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞത്, എടാ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ കാര്യം എല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട്, നിൻ്റെ ആഗ്രഹം എല്ലാം അതേപടി നടക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഞങ്ങൾ രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന ഒരുമിച്ചായിരുന്നു ചെല്ലുന്നത്. അപ്പോൾ പിന്നെ ജപമാല ചെല്ലാൻ തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് ജപമാല ചെല്ലുമ്പം അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. അപ്പം എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് എനിക്ക് ദിവസവും ഞങ്ങൾ ജപമാല, ഒരു ദിവസം ഈ നിമിഷം വരെ എല്ലാ ദിവസവും ഞാൻ ജപമാല ചെല്ലും, എൻ്റെ അമ്മയും ചെല്ലും. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇവിടെ എല്ലാ മാസവും ഞങ്ങൾ വരും. അപ്പം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ ഈ ഉടമ്പടി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വിസയുടെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേന്ന് പറഞ്ഞു. 3 മാസം തീരുന്നത് ഒക്ടോബർ 10 ആയിരുന്നു. അന്ന് തന്നെ എനിക്ക് വിസ പ്രോസസ്സിങ്ങിൻ്റെ ബയോമെട്രിക്സ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിലും എനിക്ക് വിസ വരാനായിട്ട് വളരെയധികം ഡിലേ വന്നു. ഒക്ടോബർ 7 ഞാൻ വിസ ഫയൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് ലെറ്റർ വന്നിട്ടും പാസ്പോർട്ട് അയച്ചു. സാധാരണ 8 ദിവസം 10 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് വരുന്നിടത്ത് എനിക്ക് 20 ദിവസമായിട്ടും വരുന്നില്ല. ആ 12 ദിവസത്തോളം കഴിഞ്ഞപ്പം ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെട്ട 7-ാം തീയതിക്കുള്ളിൽ എനിക്ക് ഒരു തീരുമാനമാക്കി തരണം മാതാവേ, എല്ലാം മാതാവിൽ അർപ്പിച്ചേക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ മാസം ഡിസംബർ 6 വൈകിട്ട് എനിക്ക് മെസ്സേജ് വന്നു, വിസ അപ്രൂവലായിട്ടുള്ള എൻ്റെ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടി. അതുണ്ടെങ്കിൽ മാത്രമേ, കാനഡയ്ക്കാണ് ഞാൻ പോകുന്നത്, കാനഡയിൽ എൻ്റർ ചെയ്യാനായിട്ടോ നമുക്ക് പഠിക്കാനായിട്ടോ പറ്റത്തുള്ളൂ. ഈ 7-ാം തീയതി തന്നെ രാവിലെ എനിക്കൊരു കോൾ വന്നു. അത് ബ്ലൂ ഡാർട്ടിൽ നിന്നുള്ളതായിരുന്നു. പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞില്ല, ഞാൻ ചെന്ന് മേടിച്ചതിന് ശേഷം ആ വിസ കണ്ടതിന് ശേഷമാണ് ഞാൻ കൊണ്ട് അമ്മയുടെ കൊടുത്തത്. ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ 7-ാം തീയതിക്കുള്ളിൽ അമ്മ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു സാക്ഷ്യം, ഞാൻ നവംബർ മാസത്തിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് വലത്തെ കണ്ണിൽ ഒരു മങ്ങൽ വന്നു, മൂടലായിട്ട് രീതിയിൽ. അത് കഴിഞ്ഞ് ഞാൻ നവംബർ 6 ഒരു ഐ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ആദ്യം ഒരു ഡോക്ടറെ കണ്ടു. കണ്ണിൻ്റെ പ്രഷർ വളരെയധികം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ തന്നെ ഒരു ചീഫ് ഡോക്ടറെ ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടറെ ഒന്ന് കണ്ടേക്ക്, നമുക്കൊരു സജഷൻ ഒന്നുകൂടെ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇതിനു മുമ്പ് കണ്ണി സൂക്കേട് വരുമോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഈ പ്രായത്തിൽ നിനക്ക് ഈ കണ്ണിൽ ഇത്രയും പ്രഷർ 40 ആയിരുന്നു എന്ന് പറഞ്ഞ പ്രഷർ വരേണ്ട ഒരു സാഹചര്യമില്ല, വൈറലായിട്ടുള്ള ഇതിനു മുന്നേ വന്ന സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഗ്ലോക്കോമയാണോ എന്നൊരു സംശയം പറഞ്ഞു. ഡോക്ടർ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊരു ഡോക്ടറിലേക്ക് എന്നെ റെഫർ ചെയ്തു. അന്നേരം എന്നോട് പറഞ്ഞു, അപ്പോയിൻമെൻറ്റ് ഈ ആഴ്ച തന്നെ വേണമെന്ന് പറഞ്ഞ്
നവംബർ 9-ാം തീയതിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു. പാലാരിവട്ടത്തിൽ നിന്ന് കാണാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ ആ സമയത്ത് തന്നെയാണ് എനിക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് ലെറ്റർ വന്നത്. ഈ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വന്ന ദിവസം തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അമ്മ എനിക്ക് ഇത്രയും നല്ലൊരു സന്തോഷം വന്നിട്ട് എനിക്കത് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. കണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. കാരണം ഞാൻ ഇപ്പോൾ കാനഡയ്ക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ഡോക്ടറെ കാണാനും പറ്റുകളും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പിന് വരുന്ന ഒരു ഡാമേജ് കാരണം ചിലപ്പം ഐസൈറ്റ് പോകാതിരിക്കാം. ഡാമേജ് ആണ് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ. അപ്പം അമ്മ പറഞ്ഞു, ശരി നീ പാസ്പോർട്ട് അയക്കുന്നതിന് മുമ്പും ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നമുക്കിവിടെ വരാം, അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നു. നവംബർ 8-ാം തീയതി അച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു സങ്കടം. അച്ഛൻ എൻ്റെ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ പാസ്പോർട്ട് മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഞാൻ നവംബർ 9-ാം തീയതി പാലാരിവട്ടത്തിൽ പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, പ്രഷർ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു നീർക്കെട്ടിൻ്റെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കണ്ണിൽ മരുന്നൊഴിച്ചിട്ട് നെർവിൻ്റെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. നെർവിൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ കുറേ സമയം എടുത്തപ്പോഴത്തേക്കിനും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. എന്തെങ്കിലും പ്രശ്നമാണോ? കുറേ നേരം എടുത്തു കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോഴെല്ലാം ഇവിടുന്ന് കിട്ടിയ കാശ് രൂപവും അച്ഛൻ തന്ന കാശ് രൂപവും കയ്യിലിങ്ങനെ മുറുക്കെ പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച് അന്നേരം ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ഇനി ഇങ്ങോട്ട് വരണ്ട, കോട്ടയത്ത് തന്നെ കണ്ടാൽ മതി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ണിൻ്റെ നെർവിനൊന്നും പ്രശ്നമില്ല. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈ കാലയളവിൽ എനിക്ക് തന്നു. ഒരു അനുഭവം എന്ന് തന്നെ പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു സ്വപ്നമുണ്ടായി. എനിക്ക് നേരെ വന്ന് എന്തോ ബോളാണോ എന്തോ എനിക്ക് വ്യക്തതയില്ല. ഞാനത് എറിയാനായിട്ട് കൈ ഉയർത്തി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ അവനെ കണ്ടിട്ട് മാസങ്ങളായി, ഞാൻ ഉടമ്പടി എടുത്തു ഒന്നും അറിയത്തില്ല. സ്വപ്നത്തിൽ എന്നോട് പറയാം, എടാ നീ ഉടമ്പടി എടുത്തേക്കുമല്ലേ, എന്നിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അത് കഴിഞ്ഞ ഉടനെ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ഞാൻ വിശ്വസിക്കുന്ന ഉടമ്പടിയിൽ ഇരിക്കുമ്പം ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ചിന്തയോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ചെയ്തത് മാതാവ് എനിക്കൊരു സൂചനയായിട്ട് തന്നതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും എനിക്ക് സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം കൊണ്ടുപോയി അത് പള്ളികളിലും അല്ലാതെയുള്ള ആശുപത്രികളിലും കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ മാസത്തിലും ആശുപത്രിയിലുള്ള രോഗികൾക്കും വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കും ഞങ്ങൾ ആഹാരം കൊടുക്കാറുണ്ടായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഇതാ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, ഉദയം ചെയ്തിരിക്കുന്നു. ഇവിടെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ്റെ ദൂതാണ് നാം ഈ കേൾക്കുന്ന തിരുവചനം. സകല ജനതകൾക്കും വേണ്ടിയിട്ട് പൂജാതനായ ക്രിസ്തു ഇന്ന്